ശ്രീ ബി ഗോപാലകൃഷ്ണൻ, ഇവിടെ ദേവസ്വം വിജിലൻസ് ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി അന്വേഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് കൈകഴുകുകയാണ്. പക്ഷേ ഇതിലെ പ്രധാന പ്രതികൾ ആരൊക്കെ, അല്ലെങ്കിൽ ഇതിന് ഉത്തരവാദപ്പെട്ടവർ ഇതിനൊക്കെ എങ്ങനെ കൂട്ടുനിന്നു എന്നുള്ളത് തെളിയേണ്ട സാഹചര്യത്തിൽ ദേവസ്വം വിജിലൻസ് തന്നെ ഇത്തരമൊരു അന്വേഷണം നടത്തുമ്പോൾ അതിൻ്റെ ഒരു സുതാര്യതയും കൂടി ചോദ്യം ചെയ്യപ്പെടുകയില്ല, അല്ലെങ്കിൽ എത്രത്തോളം സുതാര്യത ഉണ്ടാകും എന്നുള്ള ചില സംശയങ്ങളും ഉയർന്നു വരികയല്ലേ? അല്ല, ഞാൻ ചോദിക്കട്ടെ, ദേവസ്വം ബോർഡിനൊരു പരാതിയുണ്ടോ? ദേവസ്വം ബോർഡ് ഒരു പരാതി കൊടുത്തിട്ടുണ്ടോ എവിടെയെങ്കിലും? ഇങ്ങനെ സ്വർണ്ണപ്പാളി ചെമ്പായി മാറി, സ്വർണത്തിൻ്റെ ഗ്രാം കുറഞ്ഞു, ഞങ്ങളൊന്നും അറിയാതെ ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയി, ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ വെച്ചു ഇവിടെ വെച്ചു പൈസ ഉണ്ടാക്കി, ദേവസ്വം ബോർഡിന് പരാതിയുണ്ടോ? നാളിതുവരെ ദേവസ്വം ബോർഡ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ ഇത് ചർച്ച ചെയ്യുമ്പോഴും ദേവസ്വം ബോർഡിനൊരു പരാതിയുണ്ടോ? ദേവസ്വം ബോർഡ് ഒരു പരാതി എടുത്തിട്ടുണ്ടോ? ഹസ്കർ പറയുന്നത് കേട്ടു, ഇത് അന്വേഷിക്കണം. ഹസ്കറെ, നടന്നത് മോഷണമാണെന്ന് വ്യക്തമായല്ലോ, എന്നാൽ എന്തുകൊണ്ടാണ് ഒരു FIR രജിസ്റ്റർ ചെയ്യാത്തത്? ശബരിമല പോലെയുള്ള ഇത്ര വിശുദ്ധമായ ഒരു സ്ഥലത്ത് ഈ മോഷണം നടന്നിട്ട്, ഇത് മോഷണമാണ്, തെഫ്റ്റാണെന്നുള്ളത് യാതൊരു സംശയവുമില്ല. UB ഗ്രൂപ്പിൻ്റെ ചെയർമാൻ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ ഇതിനകത്ത് വളരെ കൃത്യമാണ് തെഫ്റ്റ്, സ്വർണ്ണപ്പാളി ചെമ്പ് പാളിയായി എന്നുള്ളത് വ്യക്തമാണ്. നിങ്ങൾ എന്തുകൊണ്ട് ഒരു FIR ഇട്ട് അന്വേഷിക്കുന്നില്ല? വിജിലൻസിൻ്റെ അന്വേഷണം നിങ്ങൾ കൊണ്ടുവന്നതല്ല, അത് കൊണ്ടുവന്നത് ഹൈക്കോടതിയാണ്. ഭഗവാന്റെ രൂപത്തിൽ ഹൈക്കോടതി വന്നതുകൊണ്ടാണ് നാട്ടിലെ ജനങ്ങൾ ഇതറിയുന്നത്. ദേവസ്വം ബോർഡിന് ഒന്നും അറിയില്ല, ദേവസ്വം ബോർഡിന് പോറ്റി ആരാന്നറിയില്ല, ഇതെങ്ങനെ കൊടുത്തു എന്നറിയില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇന്നത്തെ വാർത്താ സമ്മേളനമോ, ഒരു വാർത്ത ഞാൻ കണ്ടു, വാർത്താ സമ്മേളനമാണോ ബൈറ്റാണോ എന്ന് എനിക്കറിയില്ല, അതിനകത്ത് വളരെ കൃത്യമാണല്ലോ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞത്, ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കയ്യിൽ തരാതെ ഞാൻ കൊണ്ടുപോകുമോ? ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കയ്യിൽ തരാതെ ഞാൻ കൊണ്ടുപോകുമോ? അപ്പോൾ കൊടുത്തതാര്? ഞാൻ ഒറ്റയ്ക്കല്ല എന്ന് പറഞ്ഞാൽ കൂട്ടാളികളുണ്ട്. അത് തന്നെയാണ് ഞങ്ങളെല്ലാവരും പറയുന്നത്, അത് തന്നെയാണ് ഹൈക്കോടതി പറയുന്നത്. അതുകൊണ്ടാണ് ഈ 40 കള്ളന്മാരെ ഇത് അറിയിക്കരുത്, ഈ ആലിബാബയും 40 കള്ളന്മാരെയും ഇത് അറിയിക്കരുതെന്ന് ഹൈക്കോടതി പറഞ്ഞത്. എൻ്റെ ചോദ്യം വളരെ വ്യക്തമല്ലേ മിസ്റ്റർ ഹസ്കർ? ദേവസ്വം ബോർഡിനൊരു പരാതിയുണ്ടോ? കടകംപള്ളി സുരേന്ദ്രൻ എന്താ മിണ്ടാത്തത്? അത് അന്വേഷിക്കുന്നുണ്ട്. എന്തന്വേഷിക്കുന്നു? ജി സുധാകരൻ പറഞ്ഞത് അങ്ങനെയല്ലല്ലോ. ജി സുധാകരൻ അന്തസ്സായി പറഞ്ഞില്ലേ, എൻ്റെ കാലത്ത് ഈ ഒരു തട്ടിപ്പ് നടന്നില്ല, അതുകൊണ്ട് എന്നെ പെട്ടെന്ന് മാറ്റി. അതിൻ്റെ അർത്ഥം എന്താ? തട്ടിപ്പ് നടത്താൻ വേണ്ടി അയാളെ മാറ്റിയെന്നല്ലേ ജി സുധാകരൻ പറയാതെ പറഞ്ഞത്? അപ്പം വളരെ കൃത്യമല്ലേ കാര്യങ്ങൾ? അവിടെ നിലയ്ക്കലൊരു പെട്രോൾ പമ്പുണ്ട്. ആ പെട്രോൾ പമ്പിൽ ഈ 2024 ജൂലൈക്ക് ശേഷം എത്ര പെട്രോൾ അടിച്ചു എന്നുള്ളതിനെക്കുറിച്ച് കണക്കില്ല. ഓഡിറ്റർ ഓഡിറ്റ് ചെയ്യാൻ വരുമ്പോൾ പെട്രോൾ അടിച്ചത് കണക്കില്ല, പെട്രോളിന് കൊടുത്ത പൈസക്ക് കണക്കില്ല, പെട്രോൾ ഏത് വഴിക്ക് പോയെന്നറിയില്ല. എന്തൊരു തോന്നിവാസത്തെ! എന്താ വെള്ളരിക്കപ്പെടണോ? ഹിന്ദുക്കളുടെ കാശ്, ഹിന്ദുക്കളുടെ വിശ്വാസം, ഹിന്ദുക്കളുടെ ക്ഷേത്രം, ഹിന്ദുക്കളുടെ ഭൂമി, ഹിന്ദുക്കളുടെ ആചാരങ്ങൾ, ഇത് മുഴുവൻ തകർക്കുക. ഞാൻ ചോദിക്കട്ടെ, ഇതിൻ്റെ കസ്റ്റോഡിയനല്ലേ? ഇവിടെയുള്ള സകല ക്ഷേത്രങ്ങളുടെയും കസ്റ്റോഡിയനല്ലേ ബോർഡ്? ആ ബോർഡ് പറയാ എനിക്കറിയില്ല, ആ ബോർഡ് പറയുന്നു ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല, ആ ബോർഡ് പറയുന്നു ഞങ്ങൾക്കറിയില്ല. പിന്നെ എന്തിനാണോ ബോർഡെന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്? ഇറങ്ങിപ്പോ. ഈ നാട്ടിലെ ഹിന്ദുക്കൾക്ക് ഒരു 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 മനസ്സാക്ഷിയില്ലേ? എന്നിട്ട് അവിടെ ചില ആൾക്കാരുടെ പിന്തുണ മേടിച്ച്, ഇവിടെ ചില ആൾക്കാരുടെ പിന്തുണ മേടിച്ച് 2019 ഈ നാട്ടിലെ ആചാരം, ഈ ക്ഷേത്രത്തിൻ്റെ, ഈ നാട് മുഴുവനും ചെയ്യരുതേ എന്ന് അപേക്ഷിച്ചിട്ടും നാട്ടിലെ ജനങ്ങളുടെ, ഹിന്ദുക്കളുടെ വികാരങ്ങളെ വലിച്ചെറിഞ്ഞിട്ട് വിശ്വാസത്തെ തകർത്തുകൊണ്ട്, അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ ആചാരത്തെ ലംഘിച്ചുകൊണ്ട് യുവതി പ്രവേശനം ഇരുട്ടിൻ്റെ മറവിൽ നടത്തിയ ഈ തെമ്മാടിക്കൂട്ടങ്ങൾ, ദേവസ്വം ബോർഡ് അടക്കമുള്ള തെമ്മാടിക്കൂട്ടങ്ങൾ ഇപ്പോൾ അവിടുത്തെ ഈ സ്വർണവും കൊണ്ടുപോവുകയാണ്. അപ്പോൾ എന്നിട്ട് പറയാ ഞങ്ങൾ എന്താ ചെയ്യുക? ഞങ്ങൾ ഇത് കംപ്ലീറ്റ് അന്വേഷിക്കും. എന്തന്വേഷിക്കുമെന്നാണ് നിങ്ങൾ പറയുന്നത്? അങ്ങനെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ദേവസ്വം ബോർഡിന് പരാതി ഉണ്ടാവണം. അങ്ങനെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി ഇപ്പം തന്നെ ഒരു FIR ഇടണം. മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പല്ലേ, ഒരു FIR ഇട്ടൂടെ? അന്വേഷണം നടത്തിക്കൂടെ? എന്തുകൊണ്ട് നടക്കുന്നില്ല? എന്തുകൊണ്ട് ചോദിക്കുന്നില്ല? ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു സാധാരണ മീനല്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു സാധാരണ മീനല്ല, തിമിംഗലമാണ്. അമ്പലം വിഴുങ്ങികളെ കൊണ്ട് നടക്കുന്ന തിമിംഗലം. ആ പോറ്റി ദേവസ്വം ബോർഡിലെ ആളുകളെ പോറ്റുന്ന പോറ്റിയാണ്. ദേവസ്വം ബോർഡിലെ ആളുകൾക്ക് യഥേഷ്ടം എന്തും ചെയ്തു കൊടുക്കാൻ പറ്റുന്ന, പണം കൊടുക്കാൻ പറ്റുന്ന ബ്രോക്കറാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി. അയാളൊരു ബ്രോക്കറാണ്.
ആ ബ്രോക്കറെ വെച്ചിട്ടാ കളി, ആ ബ്രോക്കറെ വെച്ചിട്ടാ സ്വർണം കെട്ടത്, ആ ബ്രോക്കറെ വെച്ചിട്ടാണ് ഇത് പല കാര്യങ്ങളും ചെയ്യുന്നത്. ഇതേപോലത്തെ ഒരു ബ്രോക്കറല്ല, പല ബ്രോക്കർമാരുണ്ട്. ഞാൻ ഇപ്പൊ കേട്ടൊരു വാർത്ത എന്താണെന്നറിയോ നിങ്ങൾക്ക്? ഒരു നാളികേരത്തിൻ്റെ ഒരു നെയ്ത്തേങ്ങയുമായിട്ട് ഈ അയ്യപ്പസ്വാമിയെ 41 ദിവസം വ്രതമെടുത്ത് ഭഗവാനെ ശരണമെന്ന് പറഞ്ഞ് ശരണമയ്യപ്പ സ്വാമിയെ എന്ന് പറഞ്ഞുകൊണ്ട് കല്ലും വെള്ളും കാലിക്ക് മെത്തേ എന്ന് പറയുന്നു. കാലിക്ക് കുത്തയല്ല, ഈ കാലിക്ക് കുത്താന്ന് പറഞ്ഞ കള്ളന്മാരാണ് വാസ്തവത്തിൽ ഈ തോന്നിവാസം ചെയ്യുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്ന ശരണമയ്യപ്പ എന്ന് വിളിച്ചു പോകുന്ന അയ്യപ്പന്മാർക്ക് ഒരു നെയ്ത്തേങ്ങ നിറച്ച് ആ ഭഗവാൻ അഭിഷേകം നടത്തണമെങ്കിൽ മണിക്കൂറുകളോളം ക്യൂ നിൽക്കണം. ഈ ദേവസ്വം ബോർഡിലേക്ക് പൈസ കൊടുത്ത് കൂപ്പൺ മേടിച്ച് മണിക്കൂറുകൾ നിൽക്കണം. ഞങ്ങളൊക്കെ അവിടെ പോയിട്ട് മണിക്കൂറുകളോളം നിന്നുകൊണ്ടാണ് ഈ അഭിഷേകത്തിന് നടക്കുന്നത്. ഞാനിപ്പോൾ കേട്ട വാർത്ത എന്താ, 18,000 നാളികേരത്തിൻ്റെ 18,001 നാളികേരത്തിൻ്റെ ഉള്ളിലുള്ള ആ നെയ്യുടെ അഭിഷേകം നടത്തിയെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി. അപ്പം ഇയാൾ ആരാണ്? ചേടാപ്പ, ഇയാൾ ആര്? ഇയാൾക്ക് ഇത്രയേറെ സ്വാതന്ത്ര്യം ശബരിമലയിൽ ആരാ കൊടുത്തത്? അതിന് ഉത്തരവാദിത്വം വേണ്ടേ? ആരാ ചെയ്തത്? ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പുറകിൽ? അത് അന്വേഷിക്കണ്ടേ? അതിനൊരു FIR ഇടണ്ടേ? അതിനൊരു പരാതി വേണ്ടേ? ഇതൊന്നുമില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പൊ എന്താ, ബാക്കിയെല്ലാം മാറ്റി. ഇപ്പൊ ഹസ്കർ പറയുന്നത് ഞാൻ കേട്ടു. എന്താ ഹസ്കർ പറഞ്ഞത്? ഹസ്കർ പറയുന്നത് സ്വർണം കട്ടെടുത്തതിനെ കുറിച്ചല്ല. ഇയാൾ ഇത് കൊണ്ടുപോയി അവിടെ കൊണ്ടുവച്ചു, അവിടുന്ന് പൈസ മേടിച്ചു. ഇയാൾ ഇത് കൊണ്ടുപോയി ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. അയാൾ അവിടെ കൊണ്ടുവച്ചാലും ഇവിടെ കൊണ്ടുവച്ചാലും ശബരിമല സന്നിധാനത്തിൽ നിന്ന് ഇത് കൊടുത്തയച്ചതാടാ മിസ്റ്റർ ഹസ്കർ. ഇത് കൊടുത്തയക്കാൻ പാടില്ലാത്തതല്ലേ? കൊടുത്തയച്ചതാരാ? ഇയാൾ അവിടെ കൊണ്ടുവെക്കാൻ അനുമതി കൊടുത്തതാരാ? 2019 41 ദിവസം വൈകിയതല്ലേ? ഈ വൈകിയുടെ ശേഷം വീണ്ടും 25 കൊടുത്തത് എന്തുകൊണ്ട്? അതൊന്നുമല്ല, അതിനേക്കാൾ മാരകമാണ് കട്ടെടുത്തത്, മോഷണമെടുത്തത്. എങ്ങനെ സ്വർണം, ഈ 5 കിലോ സ്വർണം ഉണ്ടായിരുന്നത് എങ്ങനെ ചെമ്പ് മാത്രമായിട്ട് മാറി? അതറിയേണ്ടത്. ചെമ്പ് മാത്രമായിട്ട് മാറി എന്നാണല്ലോ മറ്റേ ഏജൻസി പറയുന്നത്. അതെങ്ങനെ സംഭവിച്ചു? പറ. ഇതാണ് അന്വേഷിക്കേണ്ടത്. ഈ നാട്ടിലെ ഹിന്ദുക്കൾ ശ്രീ ഹസ്കർ ഉയർത്തുന്നുണ്ട്. അതായത് ഇത് ഈ ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ ആഗോള അയ്യപ്പ ഭക്ത സംഗമത്തിന് തൊട്ട് മുൻപാണ് ഈ ഉണ്ണികൃഷ്ണന്റെ വെളിപ്പെടുത്തൽ എന്ന് ഒരു ആരോപണം കൂടി ഉന്നയിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ചില ഗൂഢാലോചനകൾ നടന്നിരിക്കുന്നു എന്നും പറയുന്നുണ്ട്. ഇപ്പോൾ ഈ വാദി പ്രതിയാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ആദ്യം ഹസ്കറിനോട് എനിക്ക് പറയാനുള്ളത് ഒരൊറ്റ ചോദ്യമാണ്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് പിണറായി വിജയൻ എന്താ ബന്ധം? ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് മന്ത്രി വാസവൻ എന്താ ബന്ധം? ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് ഈ ബോർഡിന് എന്താ ബന്ധം? ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് എന്തെങ്കിലും ബന്ധം പിണറായി വിജയനുണ്ടോ? സാധാരണ കള്ളന്മാരുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോ വന്നാൽ അതിനൊരു ഉത്തരം പറയണം. ഇവനൊരു ഒന്നാം തരം കള്ളനാണെന്ന് മനസ്സിലായല്ലോ. ഇവൻ്റെ കൂടെ നിൽക്കണ്ടല്ലോ, ഇവൻ്റെ അമ്മയും ഇവനും ഒക്കെ ആയിട്ട് ചേർന്ന് തോളോട് തോൾ ചേർന്ന് രഹസ്യം പറയുന്നുണ്ടല്ലോ പിണറായി വിജയൻ. പ്രധാനപ്പെട്ട ഒരു മീഡിയ അത് വെളിയിൽ കൊണ്ടുവന്നിട്ടില്ലേ? അപ്പോൾ എന്താ പിണറായി വിജയൻ്റെ ബന്ധം? ബന്ധമൊന്നുമില്ല. പിണറായി വിജയൻ ഇയാളായിട്ട് ഒരു ബന്ധമില്ല എന്ന് പറയാൻ പറ്റുമോ? എൻ്റെ പൊന്നു സുഹൃത്തെ, ഞങ്ങൾ ഈ നാട്ടുകാരന് ഹസ്കർ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി വാദോരാതെ ജനം ചാനലിലൊക്കെ വന്ന് സംസാരിക്കുന്നതല്ലേ? ഹസ്കറിന് പോയി നിൽക്കാൻ പറ്റുമോ? പിണറായി വിജയൻ്റെ ഒപ്പം തോളോട് തോൾ ചേർന്നിട്ട് ഹസ്കറിന് പറ്റുമോ? നിങ്ങളൊന്ന് ആലോചിക്ക്. അപ്പോൾ അത് പറ്റിയിരിക്കുന്നു. അതെന്താ കാരണം? നിങ്ങൾ പറയേ. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ ഒളിക്കാനുണ്ട്. ഇതിൻ്റെ പിന്നിൽ വലിയ തിമിംഗലങ്ങളുണ്ട്. അമ്പലം വിഴുങ്ങികളായ തിമിംഗലങ്ങളുണ്ട്. അമ്പലത്തിലെ സ്വത്തടിച്ചു മാറ്റുന്ന തിമിംഗലങ്ങളുണ്ട്. അത് വേറെ ആരുമല്ല, നിരീശ്വരവാദം പ്രചരിപ്പിച്ചുകൊണ്ട് ശബരിമലയെ തകർക്കാൻ, ആചാര ലംഘനം നടത്താൻ ശ്രമിച്ച CPMൻ്റെ നേതാക്കന്മാർ തന്നെയാണ്. ഈ മന്ത്രിസഭയിലുള്ള, ഈ ബോർഡിലുള്ള ഈ ആലിബാബയും 41 കള്ളന്മാരും തന്നെയാണ്. അതിനകത്ത് ഒരു സംശയവും ആർക്കും വേണ്ട. ഉണ്ണികൃഷ്ണൻ പോറ്റി ബ്രോക്കറാണ്. അവന് കിട്ടുന്നത് എന്തോ അതിനകത്തെ യഥാർത്ഥ പൈസ അവന് കിട്ടുന്നത് എടുത്ത് ബാക്കി കൊടുക്കുന്നത് വേറെ ആളുകൾക്കാണ്. അത് ഈ ആലിബാബയ്ക്കും 41 കള്ളന്മാർക്കുമാണ്. അതുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വെറുതെ വിടുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി പാവം. ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ പോയി പൂജിച്ച് ഇത്തിരി പൈസ മേടിച്ചു. ഒരു തെറ്റ് ചെയ്തു പോയി ഉണ്ണികൃഷ്ണൻ പോറ്റി, അത്രയേ ഉള്ളൂ. അല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ
കളവ് ചെയ്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ട് പണം അടിച്ച് മേടിച്ചത് തട്ടിപ്പിൻ്റെ പിന്നിലെ പ്രധാനപ്പെട്ട തിമിംഗലങ്ങൾ. ആ തിമിംഗലങ്ങൾ ഈ ആലിബാബയും 41 കള്ളന്മാരുമാണ്. അവർക്ക് രക്ഷപ്പെടാൻ പറ്റില്ല, വിടൂല അവരെ. അതുകൊണ്ടാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഭാരതീയ ജനതാ പാർട്ടി ഒഴിച്ച് ഒരു പാർട്ടിക്കും അമ്പലം വിഴുങ്ങികളല്ല എന്ന് പറയാൻ പറ്റില്ല. ഭാരതീയ ജനതാ പാർട്ടി മാത്രമാണ് ഈ രാജ്യത്തെ, ഈ നാട്ടിലെ, ഈ കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ സംരക്ഷണം ഉണ്ടാവണമെന്ന് പറയുന്നത്. അതുകൊണ്ടാണല്ലോ രാഷ്ട്രീയക്കാരെ ഈ ദേവസ്വം ബോർഡിൽ നിന്നും മാറ്റണം, ഇത് സ്വതന്ത്രമാവണമെന്ന് പറയുന്നത്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഇതൊരു ചെറിയ കേസല്ല, വിജിലൻസ് അന്വേഷിക്കേണ്ട കേസല്ല. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഇത് ഈ കേരളത്തിൻ്റെ വെളിയിലേക്ക് പോയതാണ്. ഇത് കർണാടകയിലേക്ക് പോയിട്ടുണ്ട്, ഇത് തമിഴ്നാട്ടിലേക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ട് സെൻട്രൽ ഏജൻസി, ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഇതിനെ സെൻട്രൽ ഏജൻസി അന്വേഷിക്കണം. അല്ലാണ്ട് ഈ ഉണക്ക ഏർപ്പാടുണ്ടല്ലോ, അതുപോലും ഇല്ല. ഹൈക്കോടതി പറഞ്ഞിട്ടാണ് വിജിലൻസിൻ്റെ അന്വേഷണം. ഈ വിജിലൻസിൻ്റെ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഈ പിണറായി വിജയൻ്റെ ഈ ഏമാനെ വണങ്ങുന്നവരാണല്ലോ. ഒരു വിശ്വാസവും ഈ നാട്ടിലെ ഹിന്ദുക്കൾക്ക് വേണ്ട. അത്രത്തോളം സുതാര്യത കോടതി ഭഗവാൻ കൊണ്ടാണ്.